ഹലോ. അങ്ങനെ കുഞ്ഞു പെണ്ണിനെ ഉറക്കി കിടത്തിയിട്ട് ഇന്നത്തെ വീഡിയോയ്ക്കായിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ രാവിലെ ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, കൊള്ളാട്ടോ. അങ്ങനെ കുടയൊക്കെ ചൂടി ഞാൻ ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് കറിവേപ്പിലയാണ് കേട്ടോ. അപ്പം കറിവേപ്പില നിങ്ങൾ കഴിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചലഞ്ച് എടുക്കുന്ന എല്ലാവരും ഡെയിലി ഒരു തണ്ട് കറിവേപ്പില കഴിക്കണം കേട്ടോ. അതുപോലെ തന്നെ മോര് കുടിക്കണം. പിന്നെ നിങ്ങൾ ഇൻവേർഷൻ മെത്തേഡ് ചെയ്യണം. എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു നേരം ഇൻവേർഷൻ മെത്തേഡ് ചെയ്യണം. കൂടാതെ നൈറ്റിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കാൻ പറ്റുന്നവർ എല്ലാ ദിവസവും തലേന്ന് രാത്രി തന്നെ ഓയിൽ ആപ്ലിക്കേഷൻ നടത്തിയിട്ട് കിടക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് നന്നായിട്ട് ആ ഒരു റിസൾട്ട് ഇതിൻ്റെ എൻഡിൽ അറിയാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഓരോ ആഴ്ചത്തെയും ഹെയർ ഫോളിൻ്റെ കാര്യങ്ങളും എൻ്റെ മുടിയുടെ അപ്ഡേറ്റ്സും ഒക്കെ എല്ലാ ആഴ്ചയുടെ അവസാനം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 2 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു കുഞ്ഞ് സവാളയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയുള്ളി വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഒരു 4 തണ്ട് കറിവേപ്പിലയും ഒരു മീഡിയം സൈസ് സവാളയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അടിച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ഒരു ജ്യൂസ് മാത്രമാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നീരായിട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. അതുപോലെ തന്നെ വാഷ് ഔട്ട് ചെയ്ത് കളയാനും ഈസി ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ തലേന്ന് രാത്രിയിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് മുടിയൊക്കെ പിന്നിക്കിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. കാരണം എപ്പോഴും ആ ഒരു കാര്യം തന്നെ കാണിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്ക് ബോറടിക്കുന്നുണ്ടായിരിക്കും. ഇൻവേർഷൻ മെത്തേഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പം തലേന്നത്തെ ഓയിൽ ആപ്ലിക്കേഷൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യണം കേട്ടോ അത് കറക്റ്റായിട്ട്. അപ്പോൾ ഞാനിപ്പം ഇൻവേർഷൻ മെത്തേഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒനിയൻ വിട്ടിട്ട് ഒരു കളിയില്ല കേട്ടോ. കാരണം ഒനിയൻ എന്ന് പറയുന്നത് നമ്മുടെ മുടി കൊഴിച്ചിലിനാണെങ്കിലും പുതിയ മുടികൾ കിളിർത്ത് വരാൻ ഏറ്റവും ബെസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് ഒനിയൻ അപ്ലൈ ചെയ്തോളൂ. ഇനി ഒനിയൻ അപ്ലൈ ചെയ്യുന്നവർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പ്രശ്നമുള്ളവർ എന്തായാലും അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പം നിങ്ങൾക്കല്ലേ അറിയൂ നിങ്ങൾക്ക് എന്ത് സ്യൂട്ടാവും എന്നുള്ളത്. അപ്പം പറ്റാത്തവരെന്തായാലും ഈ ഒരു ഒനിയൻ ജ്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് അലോവേര യൂസ് ചെയ്യുക, അതായത് കറ്റാർവാഴയുടെ ജ്യൂസ് എടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒനിയൻ പറ്റുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒനിയൻ തന്നെ യൂസ് ചെയ്യണം. ഏറ്റവും കൂടുതൽ നമ്മുടെ മുടിക്ക് റിസൾട്ട് കിട്ടുന്നത് ഒനിയനാണ് കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടിയാണത്. അതുകൊണ്ടാണ് ഞാൻ ഒനിയൻ വിട്ടൊരു കളി കളിക്കാത്തത് കേട്ടോ. അപ്പോൾ ഓരോ അകച്ചിലായിട്ട് നന്നായിട്ട് ഈ ഒരു നമ്മളുണ്ടാക്കിയ ആ ഒരു കറിവേപ്പിലയുടെയും ഒനിയൻ്റെയും ആ ഒരു ജ്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് മുടിയുടെ ലെങ്തിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നെറ്റ് കയറുന്ന ഭാഗത്ത് ആ ഒരു നെറ്റിയുടെ അവിടെയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ പാക്കുകളും നന്നായിട്ട് ആ ഒരു ഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മുടിയുടെ ഓരോ വകച്ചിലായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാമായിരിക്കും എനിക്ക് എന്തോരം മുടി പോയിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ തിരിച്ചു വരും കേട്ടോ. നമുക്ക് ഈ ഒരു 3 മാസം കൊണ്ട് തന്നെ നമുക്ക് പോയതൊക്കെ ഒന്ന് കുറേ ഏറെയൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റും. പിന്നെ പെട്ടെന്നൊന്നും എല്ലാം കൂടി തിരിച്ചു വരുമല്ലോ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ ഈ ഒരു റൊട്ടീൻ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫുള്ളായിട്ട് ആ ഒരു 100% നമ്മുടെ നഷ്ടമായ മുടിയെയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും കേട്ടോ.
അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ഒരു അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ വെച്ചേക്കാം. എന്തെങ്കിലും തണുപ്പിൻ്റെയൊക്കെ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ വേഗം വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതാണ് കേട്ടോ നല്ലത്. അല്ലാത്തവർക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മുടിയൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല മഴയായി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ മഴയുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ ഹെയർ പാക്കിൻ്റെ ആപ്ലിക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണ് എണീറ്റ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്ത് മഴയൊക്കെ കണ്ട് പുതിയ കളിപ്പാട്ടമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുതിയ കളിപ്പാട്ടം. അപ്പോൾ അവളുടെ മുത്തശ്ശനും മുത്തമ്മയും കൊടുത്തതാണ് കേട്ടോ അവൾക്ക്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെയും കൂടി കാണിച്ചിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ചലഞ്ച് എടുക്കണവർ ഇന്നത്തെ ദിവസം ഹെയർ പാക്ക് ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഷാമ്പു ഒന്ന് യൂസ് ചെയ്യൽ. അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ കിടക്കണതിന് മുന്നേ ആയിട്ട് മുടി നന്നായിട്ട് ചീകി ജടയൊക്കെ കളഞ്ഞിട്ട് ഓയിൽ ആപ്ലിക്കേഷൻ നടത്തുക. അതായത് സ്കാൽപ്പിൽ മാത്രം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുടി പിന്നിക്കെട്ടിയോ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ മുടി കെട്ടി വെച്ചിട്ട് രാത്രി കിടന്നുറങ്ങുക. പിറ്റേ ദിവസം വെറുതെ വെള്ളത്തിൽ കുളിക്കുന്ന സമയത്ത് വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ലെങ്തിലേക്ക് നിങ്ങൾക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നാളെ പാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നാളെ നമുക്ക് റെസ്റ്റാണ് കേട്ടോ. നമ്മുടെ മുടിക്ക് റെസ്റ്റാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.